അപ്പോൾ ഫ്രണ്ട് പറഞ്ഞെന്താ വെച്ചാൽ അവന് അത്രയും അവളെ ഉപദ്രവിക്കലുണ്ട്, ചെലവെടുത്ത് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയും എന്താ ബിഗ് ബോസ് വീഡിയോകളുടെ ഇടയിലേക്ക് ഒരു സോഷ്യൽ റെലവൻറ്റ് കോണ്ടന്റ് നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാക്സിമം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ആയിഷ റഷ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കോഴിക്കോട് ആ ഒരു പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നു. കാമുകനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതിനുള്ള മെയിൻ എനിക്ക് കിട്ടിയ ഒരു പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അതുല്യ ഷാർജയിൽ മരണപ്പെട്ട ആ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഇന്നും ന്യൂസ് ചാനലിൽ വന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പെൺകുട്ടിയുടെ സിസ്റ്റർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ. ഒന്നുമായിട്ടില്ല ആ കേസ്, ഒന്നുമായിട്ടില്ല. നിങ്ങൾക്കറിയാം, ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ ഒരുപാട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നു. ആ പെൺകുട്ടിയെ വളരെ മൃഗീയമായി ഉപദ്രവിക്കുന്ന വീഡിയോകൾ. എന്നിട്ട് പോലും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ആ നാറിയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് കോഴിക്കോട് വീണ്ടും, അത് ഭർത്താവ് കാരണം ഭാര്യ, ഇവിടെ കാമുകൻ കാരണം കാമുകി, അത്രേ ഉള്ളൂ വ്യത്യാസം. എന്താണെങ്കിലും ഈ ഒരു ആയിഷ റഷ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്ന ഈ ഒരു വാർത്ത നിങ്ങൾ കാണുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. മംഗളൂരുവിൽ പഠിക്കുന്ന കുട്ടിയാണ്, ബിഫാം 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. പക്ഷേ ഈ കുട്ടി എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന് അറിയില്ല. ഏതായാലും ആ പഠനം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ കുട്ടി മരിക്കുന്നത്. ഈ ഒപ്പമുള്ള ആൺസുഹൃത്ത് തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പക്ഷേ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ബന്ധുവായിട്ടുള്ള അനസ് മുഹമ്മദ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബന്ധു പറയുന്നതിലൊക്കെ നമുക്ക് പോകാം, അതിലേക്കൊക്കെ നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഈ ഒരു പെൺകുട്ടി പഠിക്കുന്നത് മംഗലാപുരത്താണ്. ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ഒരു വാടകയ്ക്ക് വീടെടുത്തിട്ടുണ്ട് കോഴിക്കോട്. അവിടേക്ക് ഈ കുട്ടി ഓണത്തിൻ്റെ അവധിയുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല, പെൺകുട്ടി ഇവൻ്റെ അടുക്കിലേക്ക് വരുന്നു. ഇവൻ്റെ അടുത്ത് വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി മരണപ്പെടുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അവൻ തന്നെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ, ലൈക്ക് തൂങ്ങി മരിക്കുക എന്തോ ആയിരുന്നു ആ പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഈ ഒരു നിലയിൽ അവൻ വീട്ടിൽ കാണുമ്പോൾ അവൻ തന്നെയാണ് ആ ഒരു പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴും അവൻ അവിടെ പറയുന്ന പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. ആദ്യം പറയുന്നതല്ല പിന്നെ പറയുന്നത്. ആദ്യമേ പറയുന്നു എൻ്റെ ഭാര്യയാണ്, അത് കഴിഞ്ഞ് പറയുന്നു ഗേൾ ഫ്രണ്ടാണ്. ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും സംശയം വരും. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പെൺകുട്ടിയെയും കൊണ്ടൊരു പയ്യൻ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ബോയ് ഫ്രണ്ട് ആണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അവന് പണി കിട്ടും. തുടക്കത്തിൽ തന്നെ അവനെ ലോക്ക് ചെയ്യും. അത് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ ആദ്യമേ അവൻ പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ ഭർത്താവാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പോയി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയും വേറെ മാർഗമില്ലാതെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴായിരിക്കാം അവൻ ചിലപ്പോൾ സത്യം പറഞ്ഞത്. ഇവിടെ വെച്ചേ ഞാൻ ഈ ഒരു പോയിന്റിൽ വെച്ച് തന്നെ അവൻ കള്ളനാണെന്നും ചുറ്റി അവനെ മറ്റേ പോയിന്റ് ഔട്ട് ചെയ്ത് അവനെ ഞാൻ തെറി പറയുന്നില്ല. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ബാക്കി കൂടെ കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്താണ് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയരുന്ന സംശയം? മരണത്തിന് എന്താ പറയുക, അവള് 24-ാം തീയതി ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 24-ാം തീയതി എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് മരിക്കാനായിട്ട് എന്താ പറയുക മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ബഷീറുദ്ദീൻ പറയുന്ന ആൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചപ്പോൾ ഫ്രണ്ട് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് അത്രയും അവളെ ഉപദ്രവിക്കലുണ്ട്, ചെലവെടുത്ത് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയും എന്താ പറയുക ഇതായിട്ടുണ്ട് അവളെ. ഇത് മനസ്സിലായത് അവളുടെ മറ്റൊരു സുഹൃത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇവിടേക്ക് കൊണ്ടുവന്നത്, മരിച്ചശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നത് ബഷീറുദ്ദീൻ തന്നെയാണെന്നുള്ളതല്ലേ? ബഷീറുദ്ദീൻ തന്നെയാണ്. എന്താ പറയുക, അവന്റെ കാർ തന്നെയാണ്. അവൻ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എന്താ പറയുക വൈഫാന്നാണ് പറഞ്ഞത്. പിന്നെ അവൻ പറഞ്ഞത് എന്താ പറയുക എൻ്റെ ലവറാന്നാ പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ല. അവിടെ എത്തിയതിന്റെ ശേഷം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ പോലീസ് പറയുന്നത് ആത്മഹത്യയാണെന്നുള്ളൊരു പ്രാഥമിക നിഗമനം അവർക്കുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ആത്മഹത്യ അല്ല, എന്തായാലും ആത്മഹത്യയാണ്. എന്താ പറയുക, അവള് മരിക്കുന്നതിന്റെ ഒരു കുറച്ച് മുന്നേ ആയിട്ട് എൻ്റെ വൈഫിന് ഓൾറെഡി മെസ്സേജ് അയച്ചതാണ്. പിന്നെ ഒരു 4 മണിക്കൂർ മുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. അവരെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് എന്താ പറയുക, ഫ്രണ്ട്സ് അല്ലേ നമുക്കും അറിയാം അവള് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇതില്ല ഓക്ക്. ഇത് അവൻ തന്നെ ചെയ്തിട്ട് ഒരു ഇതാക്കി കൊണ്ടുവന്നാണ്. ബഷീറുദ്ദീനെ നേരത്തെ ബന്ധുക്കൾക്ക് കുടുംബത്തിനൊക്കെ അറിയാം. എങ്ങനെ ബഷീറുദ്ദീൻ എനിക്ക് അങ്ങനെ അറിയില്ല. എന്താ പറയുക, തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് എന്തെങ്കിലും എനിക്കറിയില്ല. ഒരു 2.5 കൊല്ലം മുമ്പ് എനിക്ക് ഇവരെ രണ്ടാളെ ഞാൻ ഒപ്പരം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സാധാരണ താക്കീത് കൊടുത്ത് പോയതാണ്. അങ്ങനെ ആണുള്ളത്. താക്കീത് കൊടുത്ത് അങ്ങ് വിട്ടു അല്ലേ ചേട്ടാ? അല്ല, നിങ്ങളുടെ ഒരു ബന്ധു പെൺകുട്ടിയെ പറ്റി നിങ്ങൾ ഇത്രയും കൺസേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു താക്കീതിന് പകരം
അറ്റ്ലീസ്റ്റ് അവനെ പറ്റി ഒന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്തോ അത്? ഞാൻ കുടുംബക്കാരെ കുറ്റം പറയുകയല്ല. ഒരു 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 അവസ്ഥ, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നല്ലോ അവനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ച പെൺകുട്ടിയോട് പറഞ്ഞായിരുന്നെങ്കിൽ. പ്രത്യേകിച്ച് കേട്ടല്ലോ നിങ്ങൾ, ചെരവ കൊണ്ട് ആ പെൺകുട്ടിയെ അടിക്കുമായിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ചെരവ കൊണ്ടോ ഒന്ന് ആലോചിച്ചേ. വല്ല പ്രാന്തൊക്കെ ഉള്ളവനാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഒരു മനുഷ്യജീവിയെ ഒരു ചെരവയ്ക്കൊക്കെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ അത്? ഇതൊക്കെ ലിറ്ററലി ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാരണം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇങ്ങനെയുള്ള കേസസ് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, മലയാളികളുടെ ഇടയ്ക്ക് അങ്ങനെ തന്നെ പറയണമല്ലോ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഷാർജയിലെ ആ 2 പെൺകുട്ടികൾ. അതിലെ ഒന്ന് അതുല്യ. അത്രയും ബ്രൂട്ടലായിട്ട് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതിൻ്റെയൊക്കെ ക്ലിപ്പുകൾ, വീഡിയോസ് വരെ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്ത് വന്നിട്ട് പോലും ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിനുമേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിക്കും നിങ്ങൾ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ എന്നിട്ട് കരഞ്ഞു പോയി 2 ദിവസം കഴിഞ്ഞപ്പം മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കരഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അത് കഴിഞ്ഞാൽ അവൻ്റെ നാട്ടിലെത്തി. എന്നിട്ടും നല്ല പൊട്ടുപോലെ അവൻ ഇറങ്ങി നടപ്പുണ്ടായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതുപോലുള്ളവനെയൊക്കെ. ആ പെൺകുട്ടിയുടെ ബന്ധു എന്ന് പറയുന്നില്ല, ആ പെൺകുട്ടിയുടെ സിസ്റ്റർ ഇന്നലെ വന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്? ഇവിടെ ഈ ഒരു വിഷയം നോക്കൂ. ചെരവ കൊണ്ട് അവൻ അടിക്കാനായിട്ട് ഓടിച്ചിട്ടുണ്ടെന്നൊക്കെ, അല്ലെങ്കിൽ അവൻ തല്ലിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ചെറിയൊരു കാര്യമൊന്നും അല്ല ഇത്. ഇങ്ങനെയുള്ള ഇവന്മാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ഇവന്മാരെയൊക്കെ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് വീണ്ടും ഇതുപോലുള്ള പ്രാന്തന്മാർ വീണ്ടും ഓരോ മൂലയിൽ പൊട്ടിമുളച്ച് വരുന്നത്. മുളയിലേ നുള്ളാൻ പറ്റുന്നില്ല ഇതുപോലുള്ള വൃത്തികെട്ട. ഇവൻ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇവൻ കാരണമാണ് ഈ പെൺകുട്ടി മരിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇവനാണ് ഈ പെൺകുട്ടിയെ തീർത്തത് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിനകത്തും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായിട്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ഈ പെൺകുട്ടിയെ ഇവൻ ഇത്രയും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പേരിലായിരിക്കും ആ പെൺകുട്ടി ചിലപ്പോൾ ഇല്ലാതാകാൻ ശ്രമിച്ചത്. കാരണം ഇവൻ്റെ കൂടെ വേറൊരു ജീവിതത്തിൽ ഇനി പോകാൻ പറ്റുന്നില്ല. ഇവൻ്റെ കൂടെ കുറെ കാലം ജീവിച്ചു. അത് കൂടാതെ ഇനിയും ഇവൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യ. അങ്ങനെയൊക്കെ തോന്നിയൊരു നിമിഷത്തിൽ ചിലപ്പോൾ ആ പെൺകുട്ടി ചെയ്തതായിരിക്കാം. അത് മാത്രമല്ല, ഇവൻ കുറച്ച് ഫോട്ടോകളൊക്കെ കാണിച്ച് പെൺകുട്ടിയെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന് വരെ കേൾക്കുന്നുണ്ട്. എന്തായാലും ബാക്കിയും കൂടെ നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് ഞാൻ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. കുട്ടി എപ്പോ ഇവിടേക്ക് എത്തി എന്താണെന്നുള്ള അത്തരം വിവരങ്ങളൊന്നും ആൾക്കാർ അറിയില്ല. അതൊന്നും അറിയില്ല നമുക്ക്. ഈ കുട്ടിയായിട്ട് ഫോണിലൊക്കെ ബന്ധപ്പെടില്ല ബന്ധുക്കള്. അപ്പോൾ എവിടെയാണെന്നാണ് കുട്ടി പറയാറുള്ളത്? ആൾക്ക് എന്താ പറയാ, ഫോണ് ഇല്ലായിരുന്നു. അപ്പോൾ ഓളെ ഫോണ് അപ്ഡേഷൻ കഴിഞ്ഞതിനെ കൊണ്ട് ഫോൺ വാങ്ങാൻ കുറച്ച് ദിവസം മുമ്പാണ് ക്യാഷ് അയച്ചു കൊടുത്തത്. അപ്പോൾ അവളുടെ സിം എന്താ പറയുക വേറൊരു ഫ്രണ്ടിന്റെ. അത് കേട്ടല്ലോ നിങ്ങൾ ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഫോൺ ഇല്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ ഫോൺ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോയി. അപ്ഡേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തോ ഫോൺ പോയി. പുതിയ ഫോണിലുള്ള പൈസ ഈ കഴിഞ്ഞ ദിവസമാണ് അയച്ചു കൊടുത്തത് എന്ന് ബന്ധുവാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. കേട്ടല്ലോ നിങ്ങൾ. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കാരണം ഇതിനകത്ത് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു പ്രശ്നമുണ്ട് ഇവിടെ, ഒളിഞ്ഞു കിടപ്പുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഇത് ഈ വ്യക്തി പറഞ്ഞത് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആ പെൺകുട്ടിയുടെ ഫോൺ പോയി. അവൾക്ക് പുതിയ ഫോൺ എടുക്കാൻ പൈസ അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അവൾ പുതിയ ഫോൺ എടുത്തില്ല. ഫ്രണ്ടിന്റെ ടാബിൽ എന്തോ ഇട്ടിട്ടാണ്, ലൈക്ക് എന്തോ വാട്സപ്പിലായിരിക്കും ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന ഫാമിലിയെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ആ പെണ്ണ് എന്ന് ഈ ബന്ധു പറയുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. മരിച്ച നിലയിൽ കണ്ട വിദ്യാർത്ഥിനി ആയിഷ റഷയെ ഭീഷണിപ്പെടുത്തിയാണ് സുഹൃത്ത് ബഷീറുദ്ദീൻ കോഴിക്കോട്ട് എത്തിച്ചത് എന്ന് ബന്ധു മുസ്തഫ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഫോട്ടോ കാണിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. ഒരുപക്ഷെ ഇത് മോർഫ് ചെയ്ത ഫോട്ടോ ആകാം. ആത്മഹത്യയാണ് എന്ന് കുടുംബം വിശ്വസിക്കുന്നില്ല. കൊലപാതകമാകാനാണ് സാധ്യതയെന്നും മുസ്തഫ കോഴിക്കോട്ട് പറഞ്ഞു. അതേസമയം ആയിഷ റഷയുടെ മരണം ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഈ പുതിയ സൂചനകൾ വരുന്നത്. കാരണം ഇവൻ കുറേ ഫോട്ടോസുകൾ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവൻ ഉമ്മക്ക് കാണാൻ കഴിഞ്ഞില്ല, അവർക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല, അത് ഓപ്പൺ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഇവക്കും അയച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവളത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ തീർച്ചയായും ഇവർ ഒരു അസ്വാരസ്യം ഉണ്ടായതിനു ശേഷമാണ് ഇവനിത് അയക്കുന്നത്. ബാക്കി നമുക്ക് കേൾക്കാം. ഇത് വേറൊരു ചാനലിൽ വന്ന ഇന്നലെ വൈകിട്ടും ഒക്കെ ആയിട്ട് വന്ന ന്യൂസുകളാണ്. പലതുമാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടണമല്ലോ. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അറിഞ്ഞല്ലോ. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത ഫോട്ടോ ആയിരിക്കണം. എന്താണെങ്കിലും അത് ഈ പെൺകുട്ടിയുടെ ഉമ്മയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നെറ്റില്ലാത്തോ ഡൗൺലോഡ് ആയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് ആ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ. അതൊക്കെ കാണിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവൻ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം എന്താണെങ്കിലും അങ്ങനെയുള്ള ഫോട്ടോകൾ ഇവർ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയ തെമ്മാടിത്തരമൊന്നും അല്ല. മനസ്സിലായില്ലേ? അത് ചെറിയ തെമ്മാടിത്തരമല്ല. അങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചപ്പോഴാണ് ഈ പെൺകുട്ടി ചിലപ്പോൾ പേടിച്ച് വരച്ചായിരിക്കും ചിലപ്പോൾ ഇവൻ്റെ അടുക്കിലേക്ക് വന്നേക്കുന്നത്. വന്ന് കയറിയപ്പോൾ തൊട്ട് ഈ പെൺകുട്ടിയെ അവൻ ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, ഉപദ്രവിക്കുകയും വേറെ പല രീതിയിൽ ഈ പെൺകുട്ടിയെ ഇവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പിടികിട്ടിയോ?
അതിൻ്റെയൊക്കെ അങ്ങേ അറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാതെ ആയിരിക്കും ചിലപ്പോൾ അവളത് ചെയ്തത്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ അങ്ങനെയാണ്. അല്ലാതെ ഇവൻ എന്തെങ്കിലും ഹാം ചെയ്ത് ഇല്ലാതെയാക്കി അവൻ തന്നെ മറ്റേ കെട്ടിത്തൂക്കി, അത് ഈ ഒരു വിഷയത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴും ഈ ഒരു കുരുക്കൊക്കെ ഉണ്ട് പെൺകുട്ടിയുടെ കഴുത്തിൽ. അപ്പം അതിലെന്തെങ്കിലും ഒരു പ്രശ്നം പോലീസുകാർക്കോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തവർക്കോ തോന്നിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പറയും ഒരു നോർമലായിട്ടുള്ള എന്താണ് ഒരാൾ തൂങ്ങുമ്പം വരുന്ന പാടാണോ അതല്ലാതെ ഒരാൾ മുറുക്കുമ്പോൾ ഉള്ള അതൊക്കെ എന്താണെങ്കിലും തെളിയും പോസ്റ്റ്മോർട്ടത്തിൽ. അപ്പോൾ അത് കഴിയുമ്പോഴാണ്, ആദ്യഘട്ട പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ആത്മഹത്യ തന്നെയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ആ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അത് ഇവനായിട്ട് ഇല്ലാതാക്കണ്ട, അതിനേക്കാട്ടിലും വലിയ ക്രൂരതയാണ് ആ പെൺകുട്ടിയോട് ചെയ്ത് അവൻ ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഈ ഒരു പരിപാടി ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയാം നമുക്ക്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫോട്ടോ മൂവ് ചെയ്ത ഫോട്ടോ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ആ പെൺകുട്ടി പേടിച്ച് കാണും. നാളെ ഇവൻ ഇതിൻ്റെ അപ്പുറം ചെയ്യത്തില്ല എന്ന് ആ പെൺകുട്ടിക്ക് പേടിച്ച് കാണും അവള്. അതുകൊണ്ട് തന്നെയായിരിക്കും അവൾ എന്തായാലും അത് ചെയ്തത്. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മറക്കരുത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇനി നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും ഇതൊന്ന് കേട്ടോ. അയരഞ്ഞിപ്പാലത്ത് മരിച്ച 21-കാരിയായിട്ടുള്ള ആയിഷ റഷ അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന സംശയമാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. അവർ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ബന്ധുക്കൾ പറയുന്നു എന്നുള്ളതാണ്. കാരണം ആയിഷ റഷയുടെ ഫോൺ ഏതാനും നാളുകൾക്ക് മുമ്പാണ് പഴയ ഫോൺ മാറ്റി പുതിയത് വാങ്ങിയത്. അപ്പോൾ തന്നെ ഈ പഴയ ഫോൺ ഏതാനും നാളുകൾക്ക് മുമ്പാണ് പഴയ ഫോൺ മാറ്റി പുതിയ ഫോൺ മേടിച്ചത് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ നേരത്തെ ആ പെൺകുട്ടിയുടെ ബന്ധു എന്താ പറഞ്ഞത്, മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ആ പെൺകുട്ടിയുടെ ഫോൺ, അതായത് അവൾ കോഴിക്കോട് വന്നത് ഏതാണ്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, ആ ഒരു ടൈമിന് അവളുടെ ഫോൺ പോയി, പിടികിട്ടിയോ? എന്നിട്ട് ഏതൊരു ഫ്രണ്ടിന്റെ ടാബിൽ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, ഇതുകൂടെ നിങ്ങൾ കേട്ടോ. ബന്ധുക്കളുടെ കൈവശമുണ്ടായിരുന്നു. ഈ പഴയ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില തെളിവുകൾ ലഭിക്കുന്നത്. അതായത് മോർഫ് ചെയ്ത ഫോട്ടോകൾ അയച്ച് ഭീഷണിപ്പെടുത്തിയാണ് മംഗലാപുരത്ത് പഠിക്കുന്ന ഈ കുട്ടിയെ കുടുംബം അറിയാതെ കോഴിക്കോട് എത്തിച്ചത് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപക്ഷെ മോർഫ് ചെയ്ത ഫോട്ടോ ആകാം ഇത് എന്നുള്ള സംശയം കൂടി ബന്ധുക്കൾ ഈ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ്, ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം വേണം എന്നുകൂടി ബന്ധുക്കൾ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇത് ആത്മഹത്യയാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രിയോടെ എത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫസ്റ്റ് റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ നൽകുന്നത്. അതായത് കഴുത്തിൽ കയറിട്ട് മുറുക്കിയ പാടുകളുണ്ട്, ശരീരത്തിൽ മറ്റ് പാടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ പഴയ ഫോൺ അത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആയതുകൊണ്ടാണല്ലോ അവർക്ക് ഈ ഫോണൊക്കെ തപ്പിയപ്പോഴത്തേക്ക് ഇവനിങ്ങനെ അയച്ചു കൊടുത്തേക്കുന്ന ഫോട്ടോകൾ പഴയ സാധനങ്ങളൊക്കെ കാണാൻ പറ്റിയത്, മോർഫ് ചെയ്ത ഫോട്ടോ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരാഴ്ചയായി കോഴിക്കോട്ടേക്ക് വരുന്നത്, അതും മറ്റേ പഠിച്ചുകൊണ്ടിരുന്നിടത്തു നിന്നാണ് വരുന്നത്, മംഗലാപുരത്തു നിന്ന്, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ അതിനു മുമ്പ് ഇവള് വീട്ടിൽ നിന്നപ്പോഴാണ് ഈ ഫോൺ പോയി. പുതിയത് ഫോൺ എടുത്തു കൊടുത്തില്ല, പുതിയ ഫോൺ എടുത്ത് കൊടുത്തു. പുതിയ ഫോണിന് എടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം പൈസ ഇട്ട് കൊടുത്തു എന്നൊക്കെയാണ് ആ ഒരു ബന്ധു പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വാർത്തയിൽ നിങ്ങൾ എന്താ കേൾക്കുന്നത്? അങ്ങനെയല്ല, പഴയ ഫോൺ വീട്ടിലാണ്, അത് പരിശോധിച്ചപ്പോഴാണ് കിട്ടിയത്. എന്തോ എനിക്ക് അവിടെ കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇവർ പറയുന്നതിനകത്ത്. എന്താണെങ്കിലും ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ് ഇവർ അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് 2 വർഷം മുമ്പ് 1 വർഷം മുമ്പാണ് ആ ബന്ധു ഈ പെൺകുട്ടിയെ അവനുമായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. സോ ഇവർ പ്രണയത്തിൽ തന്നെ ആയിരുന്നു. അതിനകത്തുണ്ടായ എന്തൊക്കെയോ ഈശാപോശ പ്രശ്നങ്ങൾ, അതിനുശേഷമാണ് ഇവരുടെ ഫോട്ടോയോ എന്തൊക്കെയോ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇവൻ അയച്ചു കൊടുക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങിയത്. കാരണം അവന് തോന്നിക്കാണും ഒരു നിമിഷത്തിൽ ചിലപ്പോൾ ആ പെൺകുട്ടി കയ്യിൽ നിന്ന് പോയേക്കാം, അവർക്ക് ഇവനെ വേണ്ട എന്ന് വെച്ച് പോയേക്കാം എന്നുള്ളൊരു തീരുമാനം ചിലപ്പോൾ അവൾ എടുത്തിട്ടുണ്ടായിരിക്കും ഇവൻ്റെ ഈ ഉപദ്രവങ്ങൾ കാരണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഇവൻ പേടിപ്പിക്കാൻ തുടങ്ങി ഫോട്ടോസ് വെച്ച്. അതുകൊണ്ടായിരിക്കാം വീണ്ടും ആ പെൺകുട്ടി അവൻ്റെ അടുക്കിലേക്ക് ചെന്നത് അല്ലേ? അങ്ങനെ ചെന്നപ്പോൾ അവൻ പിന്നെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. അവൾക്ക് സഹി കെട്ടു, അവളില്ലാതെയായി. അതായിരിക്കാം സംഭവിച്ചത് ഇവരുടെ വിഷയത്തിൽ അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പോലീസുകാരുടെ നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം. കാരണം അവൻ ശിക്ഷിക്കപ്പെടണം. ഇല്ലെങ്കിൽ വീണ്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ മാസം ഇല്ലെങ്കിൽ അടുത്ത മാസം എന്താണെങ്കിലും അടുത്തൊരാളും കൂടെ പോകും. ഇങ്ങനെ തന്നെ, ഒന്നുകിൽ ഭർത്താവിൽ നിന്ന് ഇല്ലെങ്കിൽ കാമുകനിൽ നിന്ന്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ, നമ്മുടെ നാട്ടിൽ ഞാൻ വീണ്ടും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിൽ നല്ല പറയേണ്ടത്, മലയാളികളുടെ അടുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നമാണിത്. ഭാര്യമാർ ഇല്ലാതെയാവുക അല്ലെങ്കിൽ കാമുകിമാരില്ലാതെയാവുക. ഇതിനൊരു സൊല്യൂഷൻ വേണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അന്വേഷണങ്ങൾ, പ്രോപ്പറായിട്ടുള്ള ശിക്ഷ, ഇതെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടി ഇല്ലാതെയാവുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് സ്ത്രീകളുടെ ജീവൻ നമ്മുടെ നാട്ടിൽ പൊലിഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും
താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്.